ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്ന് എന്ന് ഇതിനെ വിശേഷിപ്പിച്ചാൽ പോലും കുറഞ്ഞു പോകും. ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ PSG-യും ബയേൺ മ്യൂണിക്കും ചേർന്ന് ഒരുക്കിയത് 9 ഗോളുകൾ പിറന്ന ഒരു വിസ്മയമായിരുന്നു. പാർക്ക് പ്രിൻസസിൽ നടന്ന ആദ്യപാദ സെമിയിൽ ബയേൺ മ്യൂണിക്കിനെ 4-നെതിരെ 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി PSG മുൻതൂക്കം നേടി. മത്സരം തുടങ്ങി 17-ാം മിനിറ്റിൽ തന്നെ ഹാരി കെയ്ൻ പെനാൽറ്റിയിലൂടെ ബയേണിനെ മുന്നിലെത്തിച്ചു. എന്നാൽ PSG-യുടെ മറുപടി വേഗത്തിലായിരുന്നു. ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗിലെ മിന്നും താരം കീച്ച കാറസ്കേലിയ സമനില ഗോൾ നേടി. പിന്നാലെ യാവോ നെവസിന്റെ ഹെഡറിലൂടെ PSG ലീഡ് ഉയർത്തി. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുൻപ് മൈക്കൽ ഒലീസെ ബയേണിനെ ഒപ്പമെത്തിച്ചെങ്കിലും ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ഒസ്മാൻ ഡെമ്പലെ PSG-ക്ക് 3-2 ലീഡ് നൽകി. രണ്ടാം പകുതിയിൽ PSG സംഹാര രൂപം പ്രാപിച്ചു. ക്വാറയും ഡെമ്പലെയും തങ്ങളുടെ രണ്ടാം ഗോളുകൾ കൂടെ നേടിയതോടെ പാരീസ് പട 5-2 മുന്നിലെത്തി. ഈ ഘട്ടത്തിൽ കളി കൈവിട്ടു എന്ന് കരുതിയിടത്തു നിന്നാണ് ബയേൺ ഉജ്ജ്വലമായി തിരിച്ചു വന്നത്. ഫുമാക്കാരോയും ലൂയിസ് ഡയസും ഗോളുകൾ മടക്കിയതോടെ സ്കോർ 5-4 10 മിനിറ്റുകൾക്കുള്ളിൽ 2 ഗോൾ മടക്കി ബയേൺ തിരിച്ചു വന്നതോടെ കളി ആവേശത്തിന്റെ കൊടുമുടിയിലായി. ഒടുവിൽ വിസിൽ മുഴങ്ങുമ്പോൾ PSG 1 ഗോളിന്റെ ലീഡുമായി വിജയമുറപ്പിച്ചു. ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ പറഞ്ഞ മത്സരമാണിത്. ഇനി എല്ലാവരുടെയും കണ്ണുകൾ അലയൻസ് അരീനയിലേക്കാണ്. സ്വന്തം തട്ടകത്തിൽ ബയേൺ ഈ 1 ഗോൾ ലീഡ് മറികടക്കുമോ അതോ PSG ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.